അങ്ങനെ അമ്മ രാവിലെ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. കാരണം വീട്ടിലാരും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ മാത്രമേ പിന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും പിന്നെ വീട്ടിലേക്ക് വന്നു. അമ്മ അങ്ങനെ കല്ലും എല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കുകയാണ് വീടിന് ചുറ്റും. കല്ലും കമ്പും കോലും ഭയങ്കര അലമ്പായിട്ട് കിടക്കുമായിരുന്നു. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം അമ്മ ചെയ്തതാണ്. അമ്മയാണ് ഈ കല്ലൊക്കെ എടുക്കുന്നതും ഇവിടുത്തെ വിറകും കാര്യങ്ങളൊക്കെ മാറ്റുന്നതും ഇവിടുത്തെ കമ്പും എല്ലാം ലെവലാക്കുന്നതെല്ലാം അമ്മ തന്നെയാണ്. ഒട്ടുമിക്ക പണികളും അമ്മ തന്നെയാണ് ഇവിടുത്തെ എടുത്തത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വീടിൻ്റെ ചുറ്റും മുഴുവൻ വൃത്തികെട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഒരിതും ഇല്ലാതെ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു വീടാണ്, വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ വീടാണ്. ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. ഞാൻ കുറേ നാളായിട്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു, അമ്മ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അമ്മ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നിൽക്കുമായിരുന്നു ഹോം നേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്താണ് ഇങ്ങനെ ഇത്രയും അലമ്പായിട്ട് വീടിന് ചുറ്റുപാടും വീടിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെ ആയത്. അമ്മ പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിറകൊക്കെ മൊത്തം ചെതൽ കയറി ആകപ്പാടെ ദുരന്തമായിട്ടിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാനും വന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ വേണം, മുൻകൈ എടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് 2 പ്ലാവുണ്ടായിരുന്നു. അപ്പോൾ പ്ലാവിൻ്റെ എരമ്പൊക്കെ ഞങ്ങൾ വെട്ടി ഇറക്കി. അപ്പം ആ എരമ്പ് ഇറക്കിയതിലും കുറേ എരമ്പും അതിൻ്റെ കമ്പും കോലും ചപ്പൊക്കെ ആയിരുന്നു മൊത്തം മുറ്റത്ത്. അപ്പം അതൊന്നും വൃത്തിയാക്കിയില്ല, കാരണം അകത്തെ മൊത്തം ഉറുമ്പായിരുന്നു. എന്നിട്ട് പിന്നെ അതങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക്. അതിന് ശേഷം അമ്മ പിന്നെ അതിൻ്റെ പരിപാടിയിലേക്കും കൂടെ കടന്നു. കല്ലൊക്കെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അത് കോതുക എന്നാണ് പറയുന്നത് ഞങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൊത്തി മിനുക്കുക. ഇങ്ങനെ കമ്പ് ഇലയും അതിൻ്റെ ചില്ലകളെല്ലാം സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒരു സ്ഥലത്ത് അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ തീരുമാനിച്ചത്. അങ്ങനെ അമ്മ അതിലേക്ക് കടന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്കാരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, അങ്ങനെ ഒരാൾ സഹായിക്കാനൊന്നുമില്ല. അതൊന്നും ഒരു വിഷയമല്ലാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു എന്താ പറയണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഏതൊരാൾക്കും ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരാളുടെ സപ്പോർട്ടില്ല എന്ന് വിചാരിച്ച് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. കാരണം എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. പലരും ഈ ലോകത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്ക് പൊരുതി തന്നെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു വീടാണ്, വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാനും അമ്മയും മാത്രം ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങളെല്ലാം ഒത്തുപോകുന്നവർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലാത്തതാണ്. നല്ല സഹകരണ മനോഭാവം ഉള്ളതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനും സഹായിക്കും. പിന്നെ അമ്മ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് എല്ലാം നോക്കി ചെയ്യുന്ന ഒരാളും കൂടിയാണ്.